PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം ഫെബ്രുവരി 15-ന് CSEB ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എക്സാം നടക്കാൻ പോവുകയാണ്. മാർച്ച് 9-ന് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ എക്സാമും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2019 ജൂലൈ 27-ന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാങ്കിങ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ എക്സാമുകൾക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും CSEB എക്സാം എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, സർഫസി ആക്ട് മീൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ഡാഷ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. സർഫസി ആക്ട് മീൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് ഡാഷ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഓപ്ഷൻസ്: റീകൺസ്ട്രക്ഷൻ, റീഓർഗനൈസേഷൻ, റീസ്റ്റോറേഷൻ. ഏതാണ് ഉത്തരം? സർഫസി ആക്ടിൻ്റെ എക്സ്പാൻഷൻ പൂർണ്ണ രൂപമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതിൽ 6 എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റീകൺസ്ട്രക്ഷൻ. സർഫസി പൂർണ്ണ രൂപം വരുന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്നാണ്. ഇത് നിലവിൽ വന്നത് 2002-ലാണ്. 2002 ജൂൺ 21-ന്. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് വന്നത്? നരസിംഹം കമ്മിറ്റിയും അതുപോലെ അന്ത്യാരുചിന കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷനിലാണ് സർഫസി ആക്ട് വന്നത്. ഇത് NBA റിക്കവറിക്കുള്ള ഒരു എഫക്റ്റീവ് ടൂളാണ്. അടുത്ത ചോദ്യം, ബാങ്കിങ് കമ്പനീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഓപ്ഷൻസ്: ജനുവരി 1949, ഫെബ്രുവരി 1949, മാർച്ച് 1949, ഏപ്രിൽ 1949. ഏതാണ് ഉത്തരം? ബാങ്കിങ് കമ്പനീസ് ആക്ട്. വർഷം ഡൗട്ടില്ല, എല്ലാം 1949 തന്നെയാണ്. മാസമാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി, മാർച്ച് 1949. 1949 മാർച്ച് 16-നാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത്. ഇത് 1949-ലെ 10ാമത്തെ ആക്റ്റായിരുന്നു. ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റായി മാറിയത് 1966 മാർച്ച് 1-നാണ്. ഇമ്പോർട്ടൻസ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൂടി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയത് 1966 മാർച്ച് 1-നാണ്. അടുത്ത ചോദ്യം, റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഓപ്ഷൻസ്: 1974, 1976, 1977, 1975. റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് RRB ആക്ട് വന്നത് എപ്പോഴാണ്? 1976-ലാണ്. ഫസ്റ്റ് RRB നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ RRB ഏതാണ്? ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിലവിൽ വന്ന പ്രഥമ ബാങ്കാണ്. റീജിയണൽ റൂറൽ ബാങ്ക് ഇന്ദിരാഗാന്ധിയുടെ 20 പോയിൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ്. നിലവിൽ വന്ന വർഷം 1975 ഒക്ടോബർ 2-ആണ്. RRB ആക്ട് 1976. അടുത്ത ചോദ്യം, നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1977, 1982, 1985, 1980. നബാർഡ് നിലവിൽ വന്ന എപ്പോഴാണ്? 1982. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1982 ജൂലൈ 12-നാണ് നബാർഡ് നിലവിൽ വന്നത്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നബാർഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നബാർഡിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക്കാർഡിൻ്റെ ചെയർമാൻ ആയിരുന്നു B. ശിവരാമൻ. നബാർഡ് ആക്ട് വന്നത് 1981-ലാണ്. നബാർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. അടുത്തത്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദെയർ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ആസ് ക്യാഷ് റിസർവ് റേഷ്യോ. Cooperative banks have to maintain dash percentage of their net demand and time liabilities as cash reserve ratio.
ഓപ്ഷൻസ് 3%, 4%, 25%, 19.25%. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4%. അടുത്തത് സച്ച് പോർഷൻ ഓഫ് ദ റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ എ സൊസൈറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ സൊസൈറ്റി as have not been invested in building and other fixed assets is called. Such portion of the reserve fund, other funds paid up share capital, loans and deposits received by a society and debentures issued by a society as have not been invested in building and other fixed assets is called. Options working fund, capital, working capital, owned fund. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു സംഘത്തിന് ലഭിച്ചിട്ടുള്ള റിസർവ് ഫണ്ട്, മറ്റ് ഫണ്ടുകൾ, പിരിഞ്ഞു കിട്ടിയ ഷെയർ ക്യാപിറ്റൽ, സ്വീകരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റുകൾ, വായ്പകൾ തുടങ്ങിയ വായ്പകൾ നൽകിയിട്ടുള്ള കടപ്പത്രങ്ങൾ അതായത് ഡിബഞ്ചേഴ്സ് എന്നിവയുടെ തുകയിൽ നിന്നും കെട്ടിടം, മറ്റ് ഫിക്സഡ് അസറ്റ് വാങ്ങാനെടുത്ത തുക ഇത് ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗത്തിന് എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ബാക്കി വരുന്നതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് ആവറേജ് ഈൽഡ് ഓൺ വർക്കിംഗ് ഫണ്ട് മൈനസ് ആവറേജ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ഫണ്ട് ഈസ്. ആവറേജ് ഈൽഡ് ഓൺ വർക്കിംഗ് ഫണ്ട് മൈനസ് ആവറേജ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ഫണ്ട് ഈസ്. ഓപ്ഷൻസ് മാർജിൻ, ഫിനാൻഷ്യൽ മാർജിൻ, നെറ്റ് മാർജിൻ, നെറ്റ് ഫിനാൻഷ്യൽ മാർജിൻ. ഏതാണ് ഉത്തരം? ഉത്തരം ഫിനാൻഷ്യൽ മാർജിൻ. ഫിനാൻഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് ആവറേജ് ഈൽഡ് ഓൺ വർക്കിംഗ് ഫണ്ടും ആവറേജ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആവറേജ് ഈൽഡ് ഓൺ വർക്കിംഗ് ഫണ്ടിൽ നിന്നും ആവറേജ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ഫണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഫിനാൻഷ്യൽ മാർജിൻ. ദ റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ വർക്കിംഗ് ഗ്രൂപ്പ് ഹെഡഡ് ബൈ. ദ റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC scheme was introduced on the recommendations of the working group headed by. Options B. Sivaraman, Dr. Raghuram Rajan, T.M. Bhasin, Prakash Bakshi. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, T.M. Bhasin. റിവൈസ്ഡ് ക്രെഡിറ്റ് കാർഡ് വന്നത്, KCC സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷനിലാണ് ചോദിച്ചാൽ T.M. Bhasin വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷനിലാണ്. ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എൻസ് വെൻ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എൻസ് വെൻ. ഓപ്ഷൻസ് ദ കസ്റ്റമർ ഡൈസ്, കസ്റ്റമർ ബിക്കംസ് ഇൻസൈൻ, കസ്റ്റമർ ബിക്കംസ് ഇൻസോൾവെൻറ്റ്, ഓൾ ഓഫ് ദ എബവ്. ഏത് കേസിലാണ് ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 സിറ്റുവേഷനിലും ഈ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കും. അതായത് ദ കസ്റ്റമർ ഡൈസ്, കസ്റ്റമർ ബിക്കംസ് ഇൻസൈൻ, കസ്റ്റമർ ബിക്കംസ് ഇൻസോൾവെൻറ്റ്. അടുത്തത് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് ഇൻ്റർ ബ്രാഞ്ച് റീകൺസിലിയേഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്, ഫണ്ട് മാനേജ്മെൻറ്റ്, അസറ്റ് മാനേജ്മെൻറ്റ്. അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഏതിൻ്റെ ഭാഗമാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ്. കറൻറ്റ് വയബിലിറ്റി മീൻസ്. കറൻറ്റ് വയബിലിറ്റി മീൻസ്. ഓപ്ഷൻസ് ഇൻകം ഈസ് സഫിഷ്യൻറ്റ് ടു മീറ്റ് എക്സ്പെൻഡിച്ചർ, interest income is not less than interest expense, income is sufficient to wipe off loss, miscellaneous income is sufficient to meet salary expenses. കറൻറ്റ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ഈസ് സഫിഷ്യൻറ്റ് ടു മീറ്റ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻകം, അതിനെയാണ് കറൻറ്റ് വയബിലിറ്റി എന്ന് പറയുന്നത്. അറ്റ് വാട്ട് റേറ്റ് ഫ്ലൂയിഡ് റിസോഴ്സസ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ പാക്സ്. At what rate fluid resources have to be maintained by PACS? Options 20% of depositor, 25% of depositor, 100% of all deposits matured and due for payment plus 20% of all other demand and time liabilities, 30% of all deposits. Primary Agricultural Credit Societies അഥവാ പാക്സ് ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏത് റേറ്റിലാണ് എന്നാണ് ചോദ്യം.
ഉത്തരം 100% of all deposits matured and due for payment plus 20% of all other demand and time liabilities. When loans and advances are given, the relationship of bank with the customer is. When loans and advances are given, the relationship of bank with the customer is creditor debtor, debtor creditor, lessor lessee, principal agent. ബാങ്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നു. ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദ്യം. ബാങ്ക് ക്രെഡിറ്ററാണ്, കസ്റ്റമർ ഡെറ്ററാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ക്രെഡിറ്റർ ഡെറ്റർ റിലേഷൻഷിപ്പ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ സൂപ്പർവൈസറി അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സൂപ്പർവൈസറി അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? ഓപ്ഷൻസ് RBI, രജിസ്ട്രാർ, നബാർഡ്, സെൻട്രൽ ഗവൺമെൻറ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, നബാർഡ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സൂപ്പർവൈസറി അതോറിറ്റി നബാർഡാണ്. റെഗുലേറ്ററി അതോറിറ്റി RBI ആണ്. Those banks scheduled in the second schedule of dash are scheduled cooperative banks. Those banks scheduled in the second schedule of dash are scheduled cooperative banks. Options: Reserve Bank of India Act, Banking Regulation Act, Negotiable Instrument Act, നബാർഡ് ആക്ട്. ഏത് ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്? ഏത് ആക്ടിൻ്റെയാണ്? RBI ആക്ടിൻ്റെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഷെഡ്യൂൾഡ് ബാങ്ക്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഷെഡ്യൂൾഡ് ബാങ്ക്? ഓപ്ഷൻസ്: എറണാകുളം DCB, ഇടുക്കി DCB, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കോഴിക്കോട് DCB. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ് ചോദ്യം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെങ്കിൽ മറ്റൊന്നും നോക്കേണ്ടതില്ല. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് തന്നിരിക്കുന്നതിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആയത് എപ്പോഴാണ്? 1966 ജൂലൈ 1. 1966 മാർച്ച് 1 RBIയുടെ അണ്ടറിൽ വന്നു. എന്നാൽ ഷെഡ്യൂൾഡ് ബാങ്കായി മാറിയത് RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടത് 1966 ജൂലൈ 1. Those cooperative banks whose area of operation extends to more than one state are registered under. Those cooperative banks whose area of operation extend to more than one state are registered under State Cooperative Societies Act, Central Cooperative Societies Act, Self-Reliant Cooperative Societies Act, Multi-State Cooperative Societies Act. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു സംസ്ഥാനത്തിന് പുറത്തേക്ക് ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ നടത്തുന്നത് ഏത് ആക്ട് പ്രകാരമാണ് എന്നാണ് ചോദ്യം. ഉത്തരം: മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. സെൻട്രൽ രജിസ്ട്രാറാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഏത് ആക്ട് പ്രകാരമാണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം. അടുത്തത്, ദ ബാങ്കിങ് കമ്പനീസ് ആക്ട് വാസ് റീനെയിംഡ് ആസ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇൻ. The Banking Companies Act was renamed as Banking Regulation Act in 1949, 1966, 1955, 1982. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞതാണ്. ബാങ്കിങ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് 1949. അത് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റായി മാറിയത് 1966. ബാങ്കിങ് കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ആപ്ലിക്കബിൾ ആയ വർഷം ചോദിച്ചാൽ ഉത്തരം 1966. വിത്ത് ഡേറ്റ് പറയുകയാണെങ്കിൽ 1966 മാർച്ച് 1. അടുത്തത്, നബാർഡ് വാസ് ക്രിയേറ്റഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ്. നബാർഡ് വാസ് ക്രിയേറ്റഡ് ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ്. ഓപ്ഷൻസ്: ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ക്രാഫിക്കാർഡ് കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഹസാരി കമ്മിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12. നബാർഡ് ആക്ട് വന്നത് 1981. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് നബാർഡ് വന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ക്രാഫിക്കാർഡാണ്. ക്രാഫിക്കാർഡ് നിലവിൽ വന്നത് 1979. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1981. ക്രാഫിക്കാർഡിൻ്റെ ചെയർമാനായിരുന്നു B. ശിവരാമൻ.
2019 ജൂലൈ 27 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.